My dear friends, welcome back to Competitive World. നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന ടൈം ടേബിൾ വീഡിയോ ആണിത്. അപ്പോൾ അതിൽ ഇന്ന് നാളെ മറ്റന്നാൾ 3 ദിവസമായിട്ട് നമുക്ക് ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നും പഠിക്കാനുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇന്ത്യ എന്നുള്ള ഭാഗത്തു നിന്നും മിഡീവൽ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, കോൺട്രിബ്യൂഷൻസ് ഈ ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് സൂഫി പ്രസ്ഥാനവും ഭക്തി പ്രസ്ഥാനവും എന്നുള്ള ഭാഗമാണ്. സൂഫി പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ആഡംബര ജീവിതത്തോട് വൈമുഖ്യം കാണിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് സൂഫികൾ. സൂഫികൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് 11ാം നൂറ്റാണ്ടിലാണ്. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഭക്തി പ്രസ്ഥാനം. ഭക്തി പ്രസ്ഥാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഭക്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഷ്ടദൈവത്തിലേക്ക് സ്വയം സമർപ്പിക്കുക എന്നുള്ളതാണ്. ഇഷ്ടദൈവത്തിലേക്ക് സ്വയം സമർപ്പിക്കലാണ് ഭക്തി എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് സൂഫി പ്രസ്ഥാനവും ഭക്തി പ്രസ്ഥാനവും ഇന്ന് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് സംഗീതം. സൂഫി ആചാര്യന്മാർ കൊണ്ടുവന്നിട്ടുള്ള സംഗീത സംഭവങ്ങളാണ്. ഖവാലി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇപ്പോഴും നിലനിൽക്കുന്ന സംഭവമാണ് ഖവാലി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഖവാലി പഠിക്കണം. കർണാടക സംഗീതത്തിലെ പ്രമുഖനാരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തു നിന്നും പഠിക്കേണ്ടത്. അപ്പോൾ ഭക്തി പ്രസ്ഥാനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ പഠിച്ചിരിക്കേണ്ടതാണ് കബീർ ദാസ്, തുളസിദാസ്, അതേപോലെ മീരാഭായ്. നമ്മൾ ദോഹയൊക്കെ പഠിക്കുന്നില്ലേ, അവർ 3 പേര്. അതേപോലെ തന്നെ ഗുരുനാനാക്ക് എന്ന് പറയുന്ന ഇവരൊക്കെ ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെ മധ്യകാല ഇന്ത്യൻ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പഠിക്കേണ്ടതാണ് ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ രൂപം കൊണ്ടിട്ടുള്ള വാസ്തുവിദ്യയും ചിത്രകലയും. ഇതിനെക്കുറിച്ചുകൂടെ നമ്മൾ പഠിക്കണം. വാസ്തുവിദ്യയും ചിത്രകലയും നമുക്കറിയാം, ഷാജഹാൻ്റെ കാലത്തൊക്കെ ഒരുപാട് വാസ്തുവിദ്യക്കാരൊക്കെ, നല്ല നല്ല വാസ്തുവിദ്യയുടെ ആളുകളൊക്കെ ജീവിച്ചിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു ചിത്രകാരനാണ് കല്യാൺ ദാസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് പഠിക്കേണ്ടതാണ്. വീരശൈവ പ്രസ്ഥാനം എന്ന് പറയുന്ന 12ാം നൂറ്റാണ്ടിൽ കർണാടകയിൽ രൂപം കൊണ്ടിരുന്ന ജനകീയ പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഏതാണ് വീരശൈവ പ്രസ്ഥാനം? വചന സാഹിത്യം, കന്നഡ ഭാഷയിലെ ഒരു സാഹിത്യ രൂപമാണ് വചന സാഹിത്യം. ഇതും കൂടെ നമ്മൾ ഇന്ന് പഠിക്കേണ്ടതാണ്. ഇനി നമുക്ക് നോക്കാം നാളെ എന്താണ് പഠിക്കാനുള്ളത്. അപ്പോൾ നാളെ പഠിക്കേണ്ടത് ബ്രിട്ടീഷ് ആധിപത്യം ആണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് എന്നുള്ള ഭാഗമാണ് നമ്മളിതിൽ നാളെ പഠിക്കേണ്ടത്. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ള അടുത്ത പാർട്ടാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് എന്നുള്ള ഭാഗത്ത് നമ്മൾ പഠിക്കേണ്ടത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ചിട്ട് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് യുദ്ധങ്ങൾ, ഏതെല്ലാം യുദ്ധങ്ങളാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ സമയത്ത് നടന്നിട്ടുള്ളത്. കർണാട്ടിക് യുദ്ധം പഠിക്കണം. അതിൽ തന്നെ 1ാം കർണാട്ടിക് യുദ്ധം, 2ാം കർണാട്ടിക് യുദ്ധം, 3ാം കർണാട്ടിക് യുദ്ധം എന്നിങ്ങനെയുണ്ട്. അത് കഴിഞ്ഞ് പ്ലാസി യുദ്ധം, അത് കഴിഞ്ഞിട്ടാണ് ബക്സാർ യുദ്ധം വരുന്നത്. ബക്സാർ യുദ്ധം, മൈസൂർ യുദ്ധം. മൈസൂർ യുദ്ധവും 1ഉം 2ഉം 3ഉം 4ഉം ഉണ്ട്. മൈസൂർ യുദ്ധം 4എണ്ണമായിട്ടാണ് നടന്നത്. 1ാം മൈസൂർ യുദ്ധം, 2ാം മൈസൂർ യുദ്ധം, 3ാം മൈസൂർ യുദ്ധം, 4ാം മൈസൂർ യുദ്ധം. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കേണ്ടത് മറാത്ത യുദ്ധമാണ്. മറ്റ് ചില പ്രാദേശിക കലാപങ്ങൾ കൂടെ ഇതിൽ പഠിക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ പഠിക്കേണ്ടതാണ് റോബർട്ട് ക്ലൈവിനെ കുറിച്ച്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനാണ് റോബർട്ട് ക്ലൈവ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട് റോബർട്ട് ക്ലൈവ്. 1725 to 1774 ഇദ്ദേഹത്തിൻ്റെ ടൈം എന്ന് പറയുന്നത്. റോബർട്ട് ക്ലൈവും നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. നാളെ പഠിക്കേണ്ട കാര്യമാണ് റോബർട്ട് ക്ലൈവും കൂടെ. ഇത്രയും പഠിച്ചാൽ നാളേക്ക് കൂടെ ആയി. അടുത്ത ദിവസം 3ാമത്തെ ദിവസം പഠിക്കേണ്ടത്, മറ്റന്നാൾ നമ്മൾ പഠിക്കേണ്ടത് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഗവർണർ ജനറൽമാരെ കുറിച്ചാണ്. ഗവർണർ ജനറൽ. അപ്പോൾ ഗവർണർ ജനറൽമാരുടെ കൂട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ടത് ആദ്യം തന്നെ വന്നത് വാറൻ ഹോസ്റ്റിങ്സ്, അത് കഴിഞ്ഞ് കോൺവാലീസ് പ്രഭു, ജോൺ ഷോർ, വെല്ലസ്ലി പ്രഭു, ജോർജ് ബാർലോ, മിൻറ്റോ പ്രഭു, ഹോസ്റ്റിങ്സ് പ്രഭു, ആംഹിർസ്റ്റ് പ്രഭു, വില്യം ബെന്തിക് പ്രഭു, ചാൾസ് മെറ്റ്കാഫ്, എല്ലൻബറോ പ്രഭു,
ഹാർസിംഗ് ഒന്നാമൻ, ഡൽഹൌസി പ്രഭു, കാനിങ് പ്രഭു. ഇത്രയും ഗവർണർ ജനറൽമാരെ കുറിച്ച് പഠിക്കണം. ദെൻ വൈസ്രോയിമാർ: കാനിങ് പ്രഭു, എൽജിൻ പ്രഭു, ജോൺ ലോറൻസ്, മേയോ പ്രഭു, നോർത്ത് ബ്രൂക്ക് പ്രഭു, ലിട്ടൺ പ്രഭു, റിപ്പൺ പ്രഭു, ഡഫറിൻ പ്രഭു, ലാൻസ്ഡൗൺ പ്രഭു, എൻജിൻ രണ്ടാമൻ, കേഴ്സൺ പ്രഭു, മിൻറ്റോ രണ്ടാമൻ, ഹർഡിഞ്ച് രണ്ടാമൻ, ചെംസ്ഫോർഡ്, റീഡിംഗ് പ്രഭു, ഇർവിൻ പ്രഭു, വെല്ലിംഗ്ടൺ പ്രഭു, ലില്ലിത്ഗോ പ്രഭു, വേവൽ പ്രഭു, മൗണ്ട് ബാറ്റൺ പ്രഭു. അത് കഴിഞ്ഞ് സി രാജഗോപാലാചാരി, അതായത് ഇന്ത്യക്കാരനായ ഏക ഗവർണർ ജനറലാണ് സി രാജഗോപാലാചാരി. ഇദ്ദേഹത്തെ കൂടി നമ്മൾ ഈ ഭാഗത്ത് പഠിക്കണം. അപ്പോൾ നമുക്ക് 3 ദിവസം ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ള കാര്യങ്ങളായി. അടുത്തായിട്ട് നമുക്ക് നോക്കാം മാത്സിൻ്റെ ഭാഗത്തുനിന്നും എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന്. ഈ 3 ദിവസം കൂടി നമുക്ക് പഠിക്കേണ്ടത് ജാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയവയാണ്. ഇത് കുറച്ചധികം പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് മതി 3 ദിവസത്തേക്ക് കൂടി. ജാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയവ. മെൻസുറേഷൻ എന്ന് പറയുന്ന ഭാഗം, ഈ ഭാഗമാണ് നമ്മൾ ഈ 3 ദിവസം കൊണ്ട്, ഇന്ന്, നാളെ, മറ്റന്നാൾ കൊണ്ട് മാത്സിൻ്റെ ഭാഗത്തുനിന്നും, സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്നുള്ള ഭാഗത്തുനിന്നും പഠിക്കേണ്ടത്. ഓക്കെ.